ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ പുതിയ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിലെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 35 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കുറച്ച് നമ്പേഴ്സ് വന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സംഖ്യ എന്താ നോക്കൂ, 12 × 34 കാണാനാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 12 എന്നുള്ളതിനെ 10ഉം 2ഉം ആക്കാം, 34 എന്നുള്ളതിനെ 30ഉം 4ഉം ആക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കള്ളിയുടെ മേലെ 10ഉം ഒരു കള്ളിയുടെ മേലെ 2ഉം കൊടുക്കുക, സൈഡിൽ 30ഉം താഴെയായിട്ട് 4ഉം കൊടുക്കുക. ഇനി നോക്കൂ, ഫസ്റ്റത്തെ കള്ളിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റത്തെ കള്ളിയിൽ മുകളിലുള്ള 10ഉം സൈഡിലുള്ള 30ഉം കൂടി ഗുണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതുക. അപ്പോൾ 10 × 30 എത്രയാണ്, 300 ആണ് അല്ലേ. 3 എന്ന് എഴുതിയിട്ട് 2 പൂജ്യം ഇട്ട് കൊടുക്കുക, അപ്പോൾ 300 എന്ന് കിട്ടും. ഇനി അതിൻ്റെ അടുത്തുള്ള കള്ളിയിൽ എന്താ എഴുതുക, ആ കള്ളീൻ്റെ മേലുള്ള 2ഉം സൈഡിലുള്ള 30ഉം കൂടെ ഗുണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതണം. അപ്പോൾ 2 × 30 എത്രയാണ്, 2 × 3 6 അല്ലേ. 6 ഇട്ടിട്ടൊരു 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ 60 എന്ന് ആൻസർ കിട്ടും അല്ലേ. ഇനിയോ താഴെയുള്ള കള്ളിയിലോ, താഴെയുള്ള കള്ളിയിൽ ആ കള്ളിയുടെ മേലെയുള്ള ഏറ്റവും മേലെ കൊടുത്തിട്ടുള്ള ആ 10ഉം സൈഡിലുള്ള 4ഉം കൂടെ ഗുണിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 10 × 4 എത്രയാണ്, 40 എന്നാണ്. അപ്പോൾ ആ കള്ളിയിൽ നമുക്ക് എന്ത് കൊടുക്കാം, 40 എന്ന് കൊടുക്കാം. ഇനി അതിൻ്റെ അടുത്ത കള്ളിയിലോ, ആ കള്ളിയുടെ ഏറ്റവും മുകളിൽ എത്രയാണ്, 2ആണ്, സൈഡിൽ 4ഉം ആണല്ലേ. അപ്പോൾ 2 × 4 ആണ് കാണേണ്ടത്. അപ്പോൾ 2 × 4 എത്രയാണ്, 8 എന്നാണ്. അപ്പോൾ ആ കള്ളിയിൽ 8 എന്നും കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കൂ, അതിൻ്റെ അടുത്ത് തന്നെ 2 കള്ളി വരച്ചിട്ടില്ലേ, അതിൽ നമുക്ക് ഇത് ആഡ് ചെയ്ത് എഴുതണം. ഏതൊക്കെയാണ്, ഈ 300ഉം 60ഉം കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ നേരെയുള്ള കള്ളിയിലും 40ഉം 8ഉം കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ നേരെയുള്ള കള്ളിയിലും എഴുതണം. അപ്പോൾ 300ഉം 60ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക, 360 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അത് നമുക്ക് ആദ്യത്തെ കള്ളിയിൽ എഴുതാം. അതുപോലെ 40ഉം 8ഉം കൂടെ കൂട്ടിയാൽ 48 എന്നുള്ളത് ആ താഴത്തെ കള്ളിയിലും എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത്, അത് രണ്ടും കൂടെ കൂട്ടുക, അതായത് 360ഉം 48ഉം കൂടെ കൂട്ടിയിട്ട് ഏറ്റവും താഴെ എഴുതുക. അപ്പോൾ 360ഉം 48ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്, 360ഉം 40ഉം കൂട്ടിയാൽ 400 ആയില്ലേ. 400ക്ക് ഒരു 8ഉം കൂടെ കൂട്ടിയാൽ മതി, അപ്പോൾ 408 എന്ന് കിട്ടും. അപ്പോൾ 12 × 34 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 408 ആണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 23 × 45 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ തന്നെ കള്ളികളൊക്കെ വരയ്ക്കുക, എന്നിട്ട് 23 എന്നുള്ളത് 20ഉം 3ഉം ആക്കിയിട്ട് ഓരോ കള്ളിൻ്റെ മേലെ കൊടുക്കുക. അതുപോലെ 45 എന്നുള്ളതിന് 40ഉം 5ഉം ആയിട്ട് ഓരോ കള്ളിൻ്റെ സൈഡിലായിട്ടും കൊടുക്കുക. ഇനി ഫസ്റ്റത്തെ കള്ളിയിൽ എന്താ എഴുതുക, 20നെ 40 കൊണ്ട് ഗുണിച്ചെഴുതാൻ വേണ്ടത്. അപ്പോൾ 2 × 4 എത്രയാണ്, 8 എന്നിട്ട് 2ൽ ഓരോ 0 ഉണ്ട്, അപ്പോൾ 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 800 എന്നാണ് കിട്ടുക. 20 × 40 എന്ന് പറഞ്ഞാൽ 800 ആണ്. ഇനി അടുത്ത കള്ളിയിൽ എന്താണ് എഴുതേണ്ടത്, 3 × 40 ആണ് വേണ്ടത് അല്ലേ. കാരണം എന്താണ്, മുകളിൽ 3 ആണ്, സൈഡിൽ 40 ആണ്, അത് രണ്ടും കൂടെ ഗുണിച്ചിട്ടാണ് ആ കള്ളിയിൽ എഴുതേണ്ടത്. അപ്പോൾ 40 × 3 എത്രയാണ്, 4 × 3 എത്രയാണ്, 12 അല്ലേ. 12 ഇട്ടിട്ട് ഒരു 0 അല്ലേ ഉള്ളത്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 120 എന്ന് കിട്ടും. ഇനി 800ൻ്റെ താഴെ വരുന്ന കള്ളിയിൽ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ആ കള്ളിൻ്റെ മുകളിലുള്ളത് 20 ആണ്, സൈഡിൽ 5 ആണല്ലേ. ഈ 20ഉം 5ഉം കൂടെ ഗുണിച്ചിട്ടാണ് ആ കള്ളിയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ 20 × 5 എത്രയാണ്, 2 × 5 എത്രയാണ്, 10 ആണല്ലേ. 10 ഇട്ടിട്ട് രണ്ടിലും എത്രയാണ്, ഒരു 0 അല്ലേ ഉള്ളത്, അപ്പോൾ ആ 0 ഇട്ട് കൊടുക്കുക. 10 ഇട്ടിട്ട് ഒരു 0, അതായത് 100 എന്ന് കിട്ടും. ഇനി അടുത്ത കളിയിൽ എത്രയാണ് കണ്ടത്, 3 × 5 ആണ് അല്ലേ. മുകളിൽ 3 ആണ്, സൈഡിൽ 5 ആണ്, അപ്പോൾ 3 × 5 കണ്ടിട്ടാണ് അതിൽ കൊടുക്കേണ്ടത്. 3 × 5 എത്രയാണ്, 15 എന്നാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് 15 എഴുതാം. ഇനി നോക്കൂ, 2 കള്ളി ബാക്കിയില്ല, അതിലെന്താ ചെയ്യേണ്ടത്, ഇപ്പുറത്തെ കള്ളിയിൽ നമ്മൾ എഴുതിയിട്ടുള്ള 2 എണ്ണം കൂടെ ആഡ് ചെയ്തിട്ടാണ് അതിൽ എഴുതേണ്ടത്. അതിന് നേരെയുള്ളത് 2ഉം ആഡ് ചെയ്തിട്ട്, അതായത് 800ഉം 120ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഫസ്റ്റത്തെ കള്ളിയിൽ എഴുതാം. അപ്പോൾ എത്രയാണ് കിട്ടുക, 800ഉം 100ഉം കൂടി കൂട്ടിയാൽ എത്രയായി, 900 ആയി. ഒരു 20ഉം കൂടെ കൂട്ടിയാൽ 920 എന്ന് കിട്ടില്ല. അപ്പോൾ ആ കള്ളിയിൽ നമുക്ക് 920 എന്ന് എഴുതാം. ഇനി അടുത്ത കള്ളിയിലോ 100ഉം 15ഉം കൂടി കൂട്ടിയിട്ട് എഴുതാം. 100ഉം 15ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്, 115 എന്ന് എഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 920ഉം 115ഉം കൂടി ഇല്ലേ, ഇപ്പോൾ 2 കളിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത ആ 2 സംഖ്യയും കൂടിയും കൂട്ടിയിട്ട് അതിൻ്റെ താഴെ എഴുതുക. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 900ഉം 100ഉം എന്താണ്, 1000 ആയി. പിന്നെ ബാക്കിയുള്ളത് എത്രയൊക്കെയാണ്, 20ഉം 15ഉം ഇല്ലേ. 20ഉം 15ഉം കൂടി കൂട്ടിയാൽ 35 ആയി. അപ്പോൾ 1035 എന്ന് ആൻസർ കിട്ടും. അതായത് 23 × 45 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ, 1035 ആണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ദിവസം നോക്കൂ, 75 × 75 ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കള്ളികളൊക്കെ വരയ്ക്കുക, എന്നിട്ട് 70ഉം 5ഉം ഓരോ കള്ളിൻ്റെ മുകളിൽ കൊടുക്കുക, പിന്നെ സൈഡിലോ 70ഉം 5ഉം കൂടെ കൊടുക്കുക അല്ലേ. ഇനി എന്താ ചെയ്യുക, ആ ഫസ്റ്റത്തെ കള്ളിയിൽ മുകളിലുള്ള 70ഉം സൈഡിലുള്ള 70ഉം കൂടെ ഗുണിച്ചിട്ട് എഴുതുക. അപ്പോൾ 70 × 70 കാണുന്നതിന് പകരം എന്ത് കണ്ടാൽ മതി, 7 × 7 കാണാം അല്ലേ. 7 × 7 എത്രയാണ്, 49. പിന്നെ രണ്ടിലും ഓരോ 0s ഉണ്ട്, അത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 4900 എന്ന് ആ കള്ളിയിൽ കിട്ടും. ഇനി അടുത്ത കള്ളിയിലോ,
അതിൽ നമ്മൾ ചെയ്യേണ്ടത് 70യും 5ഉം കൂടെ ഗുണിച്ചിട്ടാണ് എഴുതേണ്ടത്. 70യും 5ഉം കൂടെ ഗുണിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്താൽ മതി, 7 × 5 കാണാം. 7 × 5 എത്രയാണ്, 35 ആണ്. പിന്നെ അതിൽ എത്ര സീറോസ് ഉണ്ട്, ഒരു സീറോ അല്ലേ ഉള്ളൂ. അപ്പോൾ 35 ഇട്ടിട്ട് ആ ഒരു സീറോ ഇട്ട് കൊടുക്കുക. ഇനി താഴത്തെ കളിയിലും എന്ത് തന്നെയാണ് കണ്ടത്, 7 × 5 തന്നെയാണ് അല്ലേ. 7 × 5 എന്ന് പറഞ്ഞാൽ 350 ആണ് നമ്മൾ കണ്ടു. അപ്പോൾ അതിട്ട് കൊടുക്കുക. ഇനി അടുത്ത കളിയിലോ 5 × 5 ആണ്. 5 × 5 എത്രയാണ്, 25 ആണ്. അപ്പോൾ അതിൽ നമ്മൾ 25 എഴുതി കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ കള്ളിയിൽ കണ്ടത് ആഡ് ചെയ്ത് കണ്ട് ഇപ്പുറത്തെ കള്ളിയിൽ എഴുതണം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ കള്ളിയിൽ എന്താണ്, 4900 ആണ്. പിന്നെ അടുത്തത് 350 ആണ്. അത് രണ്ടും കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ 4900ക്ക് 100ഉം കൂടെ കൂട്ടിയാൽ എത്രയായി, 5000 ആയി അല്ലേ. പിന്നെ ബാക്കി ഇതിൽ എത്രയുള്ളത്, 250 ആണ്. അപ്പോൾ പിന്നെ 5250 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത കള്ളിയിൽ എത്രയാണ് എഴുതേണ്ടത്, 350യും 25ഉം കൂടിയും കൂട്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ എത്ര കിട്ടുക, 375 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കത് ആ കള്ളിയിൽ എഴുതാം. ഇനി നമ്മൾ താഴെ എത്രയാണ് എഴുതേണ്ടത്, അതായത് ആ രണ്ട് കള്ളിയില്ലേ, ഇപ്പോൾ നമ്മൾ എഴുതിയ ആ രണ്ട് കള്ളിയത്തതും കൂടി ആഡ് ചെയ്തിട്ടാണ് താഴെ എഴുതേണ്ടത്. അപ്പോൾ എത്രയാണ്, ഒന്ന് 5250യും ഒന്ന് 375 ആണ് അല്ലേ. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക, 5250ക്ക് 375 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്, ഇപ്പോൾ 5000 അവിടെ മാറ്റി വെച്ചാൽ ബാക്കി 250യും 375 അല്ലേ. 200ഉം 300ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ്, 500 ആയി അല്ലേ. അപ്പോൾ ആ 500 അവിടെ വെച്ചു. പിന്നെ ബാക്കി 50യും 75ഉം കൂടിയാണ്. അപ്പോൾ അത് എത്രയാണ്, 125 ആണ്. അപ്പോൾ എത്രയായി, 5625 എന്ന് കിട്ടും. അതായത് 75 × 75 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5625 എന്നാണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത നോക്കൂ, 123 × 45 ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ വരച്ച കള്ളി പോരാ. 123 എന്നുള്ളതിന് 100 വേണം, 20 വേണം, പിന്നെ 3യും വേണം. അപ്പോൾ 3 കള്ളി വേണം അല്ലേ. താഴേക്ക് 45 2 കള്ളി തന്നെ മതി, 40യും 5ഉം കൂടെ അല്ലേ. അപ്പോൾ എങ്ങനെ വരക്കാം നമുക്ക് ഒന്ന് നോക്കൂ. അപ്പോൾ നോക്കൂ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ കള്ളി വരച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇതുപോലെ എഴുതേണ്ടത്. അതായത് ഫസ്റ്റത്തെ കള്ളിൻ്റെ മേലെ 100, പിന്നെ രണ്ടാമത്തെ കള്ളിൻ്റെ മേലെ 20, മൂന്നാമത്തെ കള്ളിൻ്റെ മേലെ 3യും, പിന്നെ സൈഡിലോ 40യും പിന്നെ 5ഉം അല്ലേ. ഇനി നോക്കൂ, ഫസ്റ്റത്തെ കള്ളിയിൽ എങ്ങനെയാണ് എഴുതുക, അതിൻ്റെ മേലുള്ള 100ഉം സൈഡിലുള്ള 40യും കൂടെ ഗുണിച്ചെഴുതുക അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, 1 × 4 4 ആണ്. പിന്നെ എത്ര സീറോ ഉണ്ട്, 3 സീറോ ഉണ്ട്, രണ്ടിലും കൂടിയിട്ട്. അപ്പോൾ ആ 3 സീറോയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ എന്തായി, 4000 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ കള്ളിയിൽ എന്ത് കിട്ടി, 4000 എന്ന് കിട്ടി. ഇനി സെക്കൻഡത്തെ കള്ളിയിൽ എന്താ എഴുതേണ്ടത്, ആ 20, അതിൻ്റെ മേലുള്ള 20യും സൈഡിലുള്ള 40യും കൂടി ഗുണിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ 20യും 40യും കൂടി ഗുണിക്കുക എന്ന് പറയുമ്പോൾ 2 × 4 കാണാം. 2 × 4 എത്രയാണ്, 8 ആണ്. പിന്നെ എത്ര സീറോസ് ഉണ്ട്, 2 സീറോ ഉണ്ട് അല്ലേ. അപ്പോൾ 8 ഇട്ടിട്ട് 2 സീറോ, അതായത് 800 എന്നാണ് അതിൽ എഴുതേണ്ടത്. ഇനി അടുത്ത കള്ളിയിലോ, ആ കള്ളീൻ്റെ മേലുള്ള 3യും സൈഡിലുള്ള 40യും കൂടി ഗുണിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 3യും 40യും കൂടി ഗുണിക്കുമ്പോൾ 3 × 4 ആദ്യം ഗുണിക്കുക. അപ്പോൾ എത്രയാണ്, 12 എന്ന് കിട്ടും. എന്നിട്ട് എത്ര സീറോ ഉണ്ട്, ഒരു സീറോ അല്ലേ ഉള്ളൂ. 12 ഇട്ടിട്ട് ഒരു സീറോ എടുക്കുക, അതായത് 120 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ താഴെയുള്ള കള്ളിയിലും ചെയ്യണം. എങ്ങനെയാണ്, ഫസ്റ്റത്തെ കള്ളിയിൽ ഏറ്റവും മുകളിലുള്ള 100ഉം സൈഡിലുള്ള 5ഉം കൂടെ ഗുണിച്ച് ചെയ്ത് 100 × 5 എത്രയാണ്, 1 × 5 കാണുക. എന്നിട്ട് എത്ര സീറോ ഉണ്ടോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 × 5 എത്രയാണ്, 5 ഇട്ടിട്ട് 2 സീറോ ആണ് വേണ്ടത് അല്ലേ. അതായത് 500 എന്നാണ് അതിൽ എഴുതേണ്ടത്. ഇനി അടുത്ത കള്ളിയിലോ, അതിൻ്റെ മേലുള്ള 20യും സൈഡിലുള്ള 5ഉം കൂടെ ഗുണിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ 20 × 5 കാണാൻ എന്ത് ചെയ്താൽ മതി, 2 × 5 ഇട്ടിട്ട് ഒരു സീറോ അല്ലേ ഉള്ളത്, അത് ഇട്ട് കൊടുക്കുക. 2 × 5 എത്രയാണ്, 10 ആണ്. 10 ഇട്ടിട്ട് ഒരു സീറോ എന്ന് പറഞ്ഞാൽ 100 അല്ലേ. ഇനി അടുത്ത കള്ളിയിൽ മുകളിലുള്ള 3യും സൈഡിലുള്ള 5ഉം കൂടി ഗുണിച്ചിട്ട് എഴുതേണ്ടത് അല്ലേ. 3 × 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ ആ കള്ളിയിൽ നമുക്ക് 15 എഴുതാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് അടുത്ത കള്ളിയിൽ എഴുതേണ്ടത് അല്ലേ. ഫസ്റ്റത്തെ കള്ളിയിലുള്ള 4000ഉം പിന്നെയുള്ള 800ഉം പിന്നെ 120യും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 800ഉം 120യും കൂടി 920 ഉണ്ടാവും. പിന്നെ 4000ഉം കൂടെ ആകുമ്പോൾ 4920 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ആ കള്ളിയിൽ 4920 എന്ന് എഴുതാം. ഇനി അടുത്ത കള്ളിയിലോ, 500ഉം 100ഉം 15ഉം കൂടിയാണ് അല്ലേ എഴുതേണ്ടത്. 500ഉം 100ഉം എത്രയായി, 600 ആയി. 615 ആണ് അടുത്ത കള്ളിയിൽ എഴുതേണ്ടത്. ഇനി നമ്മൾ ആ രണ്ട് കള്ളിയത്തും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ താഴെ എഴുതണം അല്ലേ. ഏതൊക്കെ, 4920യും 615ഉം കൂടെ ആഡ് ചെയ്തിട്ട് താഴെ എഴുതുക. അപ്പോൾ എത്രയാണ് കിട്ടുക, 5535 എന്ന് കിട്ടില്ലേ. അതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ അതല്ലേ കിട്ടുന്നത്. അതായത് 123നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത്, 5535 ആണ് ആൻസർ കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 320 × 78 ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ ഇതേപോലെ തന്നെയാണ് കള്ളി വരക്കേണ്ടത്.
പക്ഷെ നമുക്കങ്ങനെ 3 അക്ക സംഖ്യ ആണെങ്കിലും 3 കള്ളിയുടെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. എന്താ കാരണം? അവസാനത്തെ ആ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് അതിനെ നമുക്ക് വേറൊരു കള്ളിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം 0നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും എന്ത് തന്നെയാണ് കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ 2 കള്ളി തന്നെ വരക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റത്തെ കള്ളിയിൽ 300, കള്ളിൻ്റെ മുകളിൽ 300 എന്ന് കൊടുക്കാം, പിന്നെ 20 എന്ന് കൊടുക്കാം അല്ലേ. പിന്നെ താഴേക്ക് 70യും 8ഉം കൊടുക്കാം. ഇനി 323 ഒക്കെ ആണെങ്കിലോ, അപ്പോൾ നമ്മൾ ഒരു കള്ളിയും കൂടി കൊടുക്കേണ്ടി വരും. 300ൻ്റെ ഒന്നും 20ൻ്റെ ഒന്നും 3ൻ്റെ ഒന്നും കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 0 ആയതുകൊണ്ടാണ് നമ്മൾ വേറെ കള്ളി കൊടുക്കാത്തത്. ഇനി നോക്കൂ, ഫസ്റ്റത്തെ കള്ളിയിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? 300ഉം 70യും കൂടി ഗുണിച്ചിട്ട് എഴുതണം അല്ലേ. അപ്പോൾ അത് ഗുണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 3നെ 7 കൊണ്ട് ഗുണിച്ചിട്ട് എത്ര 0 ഉണ്ടോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 × 7 എത്രയാണ്? 21 ആണ്. 21 ഇട്ടിട്ട് 3 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? 21,000 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്ത കള്ളിയിലോ 20 × 70 ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? 2നെ 7 കുടിക്കുക, എന്നിട്ട് ആ 2 zeros ഇട്ട് കൊടുക്കുക. 2 × 7 എത്രയാണ്? 14 ആണ്. 14 എഴുതുക, എന്നിട്ട് 70യിലുള്ള 0യും 20യിലുള്ള 0യും ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ എത്രയായി? 1400 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ആ കള്ളിയിൽ 1400 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി താഴെയുള്ള കള്ളിയിൽ എത്രയാണ്? അതിൻ്റെ മുകളിലുള്ള 300ഉം സൈഡിലുള്ള 8ഉം കൂടെ ഗുണിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? 308 എന്ന് പറഞ്ഞാൽ 3നെ 8 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ആ 2 0 ഇട്ട് കൊടുത്താൽ മതി. 3നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3 × 8 24 ആണ്. 24 ഇട്ടിട്ട് ആ 2 0 കൊടുക്കുക. അപ്പോൾ എത്രയായി? 2400 എന്ന് കിട്ടി. ഇനി അടുത്ത കള്ളിയിൽ എന്താ എഴുതേണ്ടത്? അതിൻ്റെ മുകളിലുള്ള 20യും സൈഡിലുള്ള 8ഉം കൂടെ ഗുണിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 20 × 8 കാണാൻ എന്ത് ചെയ്താൽ മതി? 2 × 8 കാണാൻ, എന്നിട്ട് 0 ഇട്ട് കൊടുക്കുക. 2 × 8 എത്രയാണ്? 16 ആണ് അല്ലേ. 16 ഇട്ടിട്ട് 0 ഇട്ട് കൊടുത്താൽ 160 എന്ന് വായിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത കള്ളിയിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ട്, നേരെയുള്ള കള്ളിയിലുള്ളത് ആഡ് ചെയ്തിട്ട് അതിൽ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ കള്ളിയിൽ എത്രയുള്ളത്? 21,000ഉം 1,400ഉം കൂടിയും കൂട്ടിയിട്ട് അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ എഴുതുക. അപ്പോൾ എത്ര കിട്ടുക? 22,400 എന്ന് കിട്ടും അല്ലേ. അതുപോലെ 2,400ഉം 160യും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ എഴുതുക. അപ്പോൾ എത്ര കിട്ടുക? 2,560 എന്നും കിട്ടും. അപ്പോൾ അത് രണ്ടും ഇനി എന്താ ചെയ്യേണ്ടത്? ആ 2 സംഖ്യയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ താഴെ എഴുതണം. അതായത് 22,400ഉം 2,560യും കൂടിയും ആഡ് ചെയ്യുക, എന്നിട്ട് അത് അതിൻ്റെ താഴെ എഴുതുക. അപ്പോൾ നോക്കൂ, 22,400ക്ക് 2,560 കൂട്ടുമ്പോൾ 22,000ക്ക് 2,000 കൂട്ടുമ്പോൾ 24,000 ആവും. 400ഉം 560യും കൂടി കൂട്ടുമ്പോൾ 960 ആവും അല്ലേ. അപ്പോൾ 24,960 എന്ന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് എഴുതി കൂട്ടി നോക്കാം. അപ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത്? 24,960 എന്നാണ്. അതായത് 320നെ 78 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 24,960 എന്നായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവൺ ദാറ്റ് 36 × 15 is equal to 540. കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രോഡക്ട്സ് ഇൻ യുവർ ഹെഡ്. അതായത് നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 36 × 15 എന്നുള്ളത് 540 ആണെന്ന് ആൻസർ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തത് എന്താണ്? 36 × 16 ആണ് അല്ലേ. 36നെ 16 പ്രാവശ്യം കൂട്ടിയത് അല്ലേ. അപ്പോൾ 36 × 15 എത്രയാണ്? 540 ആണ്. അപ്പോൾ അത് ഒരു 36ഉം കൂടെ അതൊക്കെ കൂട്ടിയാൽ പോരെ, 36 × 16 ആവാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ 540ക്ക് ഒരു 36ഉം കൂടെ കൂട്ടുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 576 എന്ന് കിട്ടും അല്ലേ. 540ഉം പിന്നെ 36ഉം കൂടെ കൂട്ടിയാൽ 576 എന്ന് ആൻസർ കിട്ടും. അതായത് 36 × 16 എന്ന് പറയുന്നത് 576 ആണ്. ഇനി നോക്കൂ, 37 × 15 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? അപ്പോൾ നോക്കൂ, 36 തവണ 15നെ എഴുതി കൂട്ടുമ്പോൾ 540 ആണ്. ഈ 37 തവണ ആകുമ്പോൾ എന്തായിരിക്കും? ഒരു 15ഉം കൂടെ അതിലേക്ക് കൂട്ടണം അല്ലേ. അപ്പോൾ 540ക്ക് ഒരു 15ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 555 എന്ന് കിട്ടും അല്ലേ. 540ക്ക് 15 കൂട്ടുമ്പോൾ 555 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി നോക്കൂ, 36 × 14 ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 540ന്ന് ഒരു 36 കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ. 15 എണ്ണല്ലേ, 14 ഉള്ളൂ. അപ്പോൾ ഒന്ന് കുറക്കുക, ഒരു 36 കുറക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 504 എന്ന് കിട്ടും അല്ലേ. 504 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത് നോക്കൂ, 35 × 15 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മറ്റേത് 36 × 15 540. അപ്പോൾ 35 × 15 എന്ന് പറയുമ്പോൾ പിന്നെ ഒരെണ്ണം കുറക്കുക, അതായത് ഒരു 15 കുറക്കുക. പിന്നെ 15 എണ്ണം 15 36 എണ്ണയായിരുന്നുണ്ടത്. ഇപ്പോൾ 15 35 എണ്ണേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 15 കുറക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? 540ന്ന് 15 കുറക്കുക.
അപ്പോൾ 540 നിന്ന് 15 കുറക്കുമ്പോൾ എത്ര? 540 നിന്ന് 10 കുറക്കുമ്പോൾ എത്രയാണ്? 530 അല്ലേ. പിന്നെ ഒരു 5 കൂടെ കുറച്ചാൽ 525 അല്ലേ. അപ്പോൾ 540 നിന്ന് 15 കുറക്കുക എന്ന് പറഞ്ഞാൽ 525 നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഈ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 16 gave 1360. എന്നിട്ട് അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16. അതുപോലെ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദിസ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16. അതായത് ഏതോ ഒരു സംഖ്യ അതിനെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 1360 ആൻസർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സംഖ്യേൻ്റെ തൊട്ട് ശേഷമുള്ള സംഖ്യേനെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ സംഖ്യക്ക് 1360 ആണെങ്കിൽ അതിന് ശേഷമുള്ള സംഖ്യക്ക് എന്തായിരിക്കും? അതിലേക്ക് ഒരു 16 കൂടെ കൂട്ടിയാൽ മതിയില്ലേ? അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ കണക്ക് ചെയ്തത്. അപ്പോൾ 1360ക്ക് ഒരു 16 കൂടി കൂട്ടിയാൽ ആ സംഖ്യ കഴിഞ്ഞിട്ടുള്ള സംഖ്യേനെ 16 കൊണ്ട് ഗുണിക്കുന്ന അതേ ഉത്തരമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് എഴുതാം? 1360 പ്ലസ് 16 അല്ലേ. അപ്പോൾ എത്രയാണ് അത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 1376 ആൻസർ കിട്ടും. ഇനി അടുത്തത് എന്താ ചോദിച്ചിട്ടുള്ളത്? ആ നമ്പറിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പറിനെയാണ് 16 കൊണ്ട് ഗുണിക്കുന്നതെങ്കിൽ എത്രയാണ് ആൻസർ കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ നമ്പറിനത് 1360 പറഞ്ഞു. അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് കാണാൻ എന്ത് ചെയ്താൽ മതി? 1360 16 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 1316 16 കുറച്ചാൽ 1344 ആൻസർ കിട്ടും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതായത് 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു സംഖ്യ കൂടുകയോ കുറയോ ചെയ്താൽ മറ്റേ സംഖ്യയാണ് നമ്മൾ അതിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതായത് 1360 ഇതിൽ നിന്ന് കിട്ടിയത് എന്ന് പറഞ്ഞു. അതായത് ഏതോ ഒരു സംഖ്യനെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി. അപ്പോൾ ആ സംഖ്യൻ്റെ ശേഷമുള്ള സംഖ്യ കൊണ്ടാണ് 16 കൊണ്ട് ഗുണിക്കുന്നത്. ശേഷമുള്ള സംഖ്യനെ 16 കൊണ്ടാണ് ഗുണിക്കണമെന്ന് വെച്ചെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിൽ നിന്ന് 16 കൂട്ടുകയാണ് വേണ്ടത്. 1360ക്ക് 16 കൂട്ടുക. ഇനി ആ സംഖ്യൻ്റെ നമ്മൾ ആദ്യം ഗുണിച്ച സംഖ്യൻ്റെ മുമ്പുള്ള സംഖ്യയാണ് 16 കൊണ്ട് ഗുണിക്കണമെന്ന് വെച്ചെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ സംഖ്യയിൽ നിന്ന് 16 കുറക്കുകയാണ് വേണ്ടത്. ആ പ്രോഡക്ട്സിൽ നിന്ന് 16 കുറക്കുകയാണ് വേണ്ടത്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.